നമസ്കാരം. നമ്മുടെ നാട്ടിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തി തുടങ്ങിയതോടുകൂടി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തമായിട്ടോ അതോ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോ ഒക്കെ തന്നെ നിരന്തരമായി പോസ്റ്റുകൾ ഇടുന്നത് പതിവാണ്. പലപ്പോഴും പലരും ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ അല്ലെങ്കിൽ എക്സിലൊക്കെ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ തങ്ങളുടെ എതിരാളികളെ താറടിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ സ്വയം വാഴ്ത്താനോ ഒക്കെ ആയിരിക്കും പലരും ഉപയോഗിക്കുക. പക്ഷേ അങ്ങനെ അല്ലാതെ വളരെ നിസ്വാർത്ഥമായി ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആധികാരികമായി കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് കരുനാഗപ്പള്ളി MLA CR മഹേഷ്. നമുക്കറിയാം, അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിലൂടെ ഒരുപാട് യാതനകൾ സഹിച്ച് കടന്നു വന്ന ഒരു വ്യക്തിത്വമാണ്. 2016 കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ട് 2021 അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് വളരെ ശക്തമായ ഒന്നിൽ അവിടുത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട്, വെറും കല്യാണ വീടും മരണ വീടും മാത്രം നോക്കി നടക്കാതെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് ഒരു ഷാഡോ MLA എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചതിൻ്റെ കൂടി ഫലമായിട്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടും എന്ന് തന്നെയാണ് മണതാളം മലയാളി ഉൾപ്പെടെയുള്ള സർവേകൾ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ പറയാനുണ്ടായ കാരണം, ഇന്ന് CR മഹേഷിൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു പഴയ കാര്യമാണ് ഇട്ടിട്ടുള്ളത്. ആലുംകായ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് ഒരു പഴയ ചൊല്ല് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ആകാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ 2 വരികളിലൂടെ മാത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഏതായാലും എന്താണ് CR മഹേഷ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. UDFന് ഇക്കുറി ഭരണം ലഭിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. സർവേകളും അതുപോലെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇത്തവണ UDF അധികാരത്തിലെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോൺഗ്രസ്സിൽ നടന്നു വരുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പോരിനെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആലമ്പഴം കാക്കയ്ക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. പക്ഷേ അത് പഴുത്തു വരുന്ന ഘട്ടത്തിൽ കാക്കയ്ക്ക് വായ്പുണ്ണ് വന്നാൽ പിന്നെ അത് കഴിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥയും. കഴിഞ്ഞ 10 വർഷമായി അധികാരമില്ലാതെ ഭരണത്തിന് പുറത്തു നിൽക്കുകയാണ് UDF. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു കാലത്ത് ഭരണമുണ്ടായിരുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് ഭരണമുള്ളത്. കേരളം അവർക്ക് ഏറെ പ്രതീക്ഷയുള്ളൊരു സംസ്ഥാനമാണ്. ഇക്കുറി ഒരുപക്ഷെ അത്തരത്തിൽ വിജയം നേടുക തന്നെ ചെയ്യും. പക്ഷേ ആ വിജയം നേടിയപ്പോഴും പിന്നെ ആ വിജയത്തിൻ്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ഈ തമ്മിലടിയെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ CR മഹേഷ് ഈ പോസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPM ഒക്കെ തന്നെ ചെലവഴിച്ചതുപോലെയുള്ള അത്രയും പണക്കൊഴുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കാഴ്ചവയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. CR മഹേഷിനെയൊക്കെ പോലെയുള്ള വളരെ സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്ന വ്യക്തികളെ സംബന്ധിച്ചൊക്കെ തന്നെ അവർ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് തന്നെ ആയിരിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ഒന്ന് കടന്നു കിട്ടിയത്. ഇനി അങ്ങോട്ട് ഭരണം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ എന്തിനാണ് ഈ വൈകുന്നേരം വരെ വെള്ളം കോരിട്ട് കുടവിട്ടുടയ്ക്കുക എന്ന് നമ്മൾ പറയും പോലത്തെ ഒരു ചൊല്ലുണ്ടല്ലോ, അതിന് ഇവരെല്ലാവരും കൂടെ ഒരുങ്ങുന്നത് എന്നാണ് CR മഹേഷിനെയൊക്കെ പോലെയുള്ള കോൺഗ്രസ്സിലെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരായ ഏതായാലും ജയിക്കും എന്ന് സാധ്യതയുള്ള നിലവിലെ ജനപ്രതിനിധി കൂടിയായ ഒരു വ്യക്തി ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതൃത്വം ശരിക്കും കണ്ട് പഠിക്കേണ്ടതാണ്. പുതിയ തലമുറ എങ്ങനെയാണ് രാഷ്ട്രീയത്തെ നോക്കി കാണുന്നത്, എങ്ങനെ അധികാരം വീണ്ടും തിരികെ പിടിക്കുക എന്ന കോൺഗ്രസിൻ്റെ ആ ഉദ്ദേശ്യ ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് അവർക്ക് ഏറെ സഹായകരമായി മാറിയത്. പൊതുവെ കോൺഗ്രസ്സിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകാനുള്ള വിമതശല്യമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇക്കുറി ഇല്ലായിരുന്നു. എല്ലാവരും വളരെ ഒരുമിച്ച് നിന്നുണ്ട്. കാരണം 10 വർഷം അധികാരത്തിൽ നിന്ന് പുറത്തു നിന്ന ഒരു ചരിത്രം കോൺഗ്രസ്സിനില്ല. അതുകൊണ്ട് തന്നെ അവർ ശക്തിയുക്തം പ്രവർത്തിച്ചാണ് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കടന്നു കിട്ടിയത്. ഇനി ഫലം വരാൻ ഏതാനും 1-2 ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഇപ്പോഴേ ജനങ്ങൾ നമ്മളിൽ ഏൽപ്പിച്ച വിശ്വാസത്തെ ഇത്തരത്തിലുള്ള ഈ തമ്മിലടി നടത്തി എന്തിനാണ് ആളുകളുടെ മുന്നിൽ മോശക്കാരനാക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് സ്വാഭാവികം മാത്രമാണ്. കേരളത്തിലെ മൊത്തത്തിൽ നമ്മളൊരു വിലയിരുത്തലനുസരിച്ചാണെങ്കിൽ UDFന് തന്നെ അധികാരം കിട്ടാനാണ് 99% സാധ്യത. പക്ഷേ അവിടെ 1% സാധ്യത LDFനും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിട്ടുപോകരുത്. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ പലതവണ കണ്ടതാണ്. 1977 ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോൾ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് 110 സീറ്റ് നേടാൻ കഴിഞ്ഞത്. ആ മുന്നണി, കോൺഗ്രസ് ഉൾപ്പെടുന്ന മുന്നണിക്ക്. നമ്മളൊന്ന് സങ്കല്പിക്കുക, LDF ആണ് വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എങ്കിൽ ഈ മുഖ്യമന്ത്രി പദത്തിനാണ് നടത്തിയ ഈ തർക്കങ്ങളും സോഷ്യൽ മീഡിയയിലെ പോരാട്ടങ്ങളും ഒക്കെ തന്നെ നാട്ടുകാരുടെ മുന്നിൽ കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ നേതാക്കളെ എല്ലാവരെയും അപഹാസ്യരാക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ CR മഹേഷിൻ്റെ
ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം ഒരുപാട് വലിച്ചിട്ട് പറയുകയോ തർക്കിക്കുകയോ ആരെങ്കിലും വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു പഴഞ്ചൊല്ലും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രത്യാശയും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ വലിയൊരു ഭാഗം പ്രവർത്തകരുടെ ആശയം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹമാണ് സി ആർ മഹേഷിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്നത്.